ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാമാണ്. അപ്പം നമുക്കിതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം തന്നെ ഒരു ബ്രെഡ് വേണം, ബ്രെഡിൻ്റെ പാക്കറ്റ് വേണം, പിന്നെ നമുക്ക് പഞ്ചസാരയും വെള്ളം വേണം പാനി ഉണ്ടാക്കാൻ, പിന്നെ നമുക്ക് പാല് വേണം. എന്നിട്ടാണ് നമ്മൾ ഈ പാലും ബ്രെഡും കുഴച്ചാണ് നമ്മൾ അതിൻ്റെ ഉണ്ടയാക്കി എടുക്കുന്നത് തന്നെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പാനിയിൽ മുക്കി ഇത്രയേ ഉള്ളൂ നമ്മളുടെ പ്രോസസ്സ്. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബ്രെഡ് എടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ചുറ്റുമുള്ള ബ്രൗൺ ഭാഗം നമ്മൾ അത് മാറ്റിയിട്ട് നമുക്ക് ആ നടുക്കത്തെ ഭാഗം മാത്രം മതി. അങ്ങനെ നമ്മൾ അത് മാറ്റി സെപ്പറേറ്റ് ചെയ്തെടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് അത്രയും ചെയ്ത് നമ്മൾ എടുക്കുക. ഇതുപോലെ മുറിച്ച് എടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ എല്ലാ ബ്രെഡും ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിലേക്ക് പാലൊഴിച്ചിട്ട് നമ്മൾ അത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒരു കുഴവുള്ള രീതിയിൽ മിക്സ് ചെയ്തിട്ട് അത് ഉണ്ടയാക്കാൻ പറ്റിയ രീതിയിൽ ആക്കിയിട്ട് നമ്മൾ ഉണ്ടയാക്കാൻ പോവുകയാണ്. എന്നിട്ട് നമ്മളത് എണ്ണയിൽ വറുത്തെടുക്കും. നമ്മൾ കുഴച്ച് കഴിഞ്ഞു. നമ്മളിനി ഉണ്ടയാക്കി പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാ സാധനവും ഉണ്ടയാക്കി എടുത്ത് വെക്കണം. അങ്ങനെ നമ്മളെല്ലാം ഉണ്ടയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണയിൽ ഒഴിച്ച് വറുക്കാൻ പോവുകയാണ്. ലൈറ്റായിട്ട് വറുത്തെടുക്കുക. എന്നിട്ട് അധികം വറുത്താൽ കരിഞ്ഞു പോയി, കരിഞ്ഞു പോയി. എന്നിട്ട് നമ്മൾ 1 കപ്പ് പഞ്ചസാര എടുക്കണം. എന്നിട്ട് നമ്മൾ അത് സെയിം അളവിൽ തന്നെ അതിനനുസരിച്ചുള്ള അളവിൽ നമ്മൾ വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മളത് പാനിയാക്കി എടുക്കണം. വേണമെങ്കിൽ നമുക്ക് 2-3 ഏലക്കയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ആ പാനിയിലേക്ക്. നമ്മളുടെ ഗുലാബ് ജാം റെഡിയായി. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോസ് വരാൻ ബെല്ലൈക്കണിൽ ഓൾ അമർത്തുക. അപ്പോൾ ടാറ്റാ.